ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുഞ്ഞൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോടുള്ള പൊന്നാനി, മമ്പുറം, മക്കാം, അതുപോലെ മടവൂര് പള്ളികളിലേക്ക് അതൊരു യാത്ര പോവാണ്. നമ്മൾ വെളുപ്പിനൊരു 4:30 ആയപ്പോഴത്തേക്ക് വന്ന് യാത്ര തിരിച്ചു കേട്ടോ. ഞാൻ, ഇക്ക, കൊച്ച്, പിന്നെ എൻ്റെ വാപ്പച്ചി, ഉമ്മച്ചി, ഞങ്ങൾ ഇത്ര പേരാണ് പോയത്. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ 3 പള്ളികൾ നമ്മൾ അതുവഴി പോയപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ വെളുപ്പിന് പോയതുകൊണ്ട് തന്നെ റോഡിൽ ഒത്തിരി ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വേഗം എത്തിയത്. പിന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഛർദ്ദിക്കാൻ കൂട്ടരാന്ന്. അതുകൊണ്ട് 3-4 വണ്ടി നിർത്തേണ്ടി വന്നു. എന്നാൽ നമ്മൾ 9 മണിയായപ്പോൾ നമ്മൾ ആദ്യത്തെ പള്ളിയിലെത്തി. ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയതുകൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് ഈ പള്ളി കണ്ടുപിടിക്കാൻ ഇച്ചിരി കറങ്ങേണ്ട വന്നു. എന്നാലും നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഇത് കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയാണിത്. മലബാറിലെ ചെറിയ മക്ക എന്നും ഇതിനെ പണ്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. ഈ പള്ളിയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മടവൂർ പള്ളിയിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ 12th പഠിക്കുമ്പോഴാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നു. അതിൽ സ്ത്രീകൾക്കുള്ള സ്ഥലം വേറെ സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാ പള്ളികളിലും ഉണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകം നമസ്കരിക്കാനും ഒക്കെ ആയിട്ടൊരു റൂമുണ്ട്. നമ്മളവിടെ കയറി യാസീനെ കോതി വാപ്പച്ചി ഇക്കായും കൊച്ചും കൂടി ഈ പള്ളിയിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കായാണ് എടുത്ത് തന്നത്. കുറച്ച് ഭാഗമൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല. നമ്മൾ യാസീനോദി ദുആ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ കടയിൽ ചായ കുടിക്കാൻ കയറി. നമ്മൾ ഈ പള്ളിയിലാണ് ഹാഫിള് ആവുന്നതും. അതുപോലെ ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ദർസ് പോലെയും അതുപോലെ ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മമ്പുറത്തേക്കാണ് പോകുന്നത്. പോണ വഴിയിലുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. ചെറിയൊരു കായലാണിത്. ബോട്ട്, വള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇവിടെ നിന്ന് ഏകദേശം 35-45 കിലോമീറ്റർ, അതോ അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടായിരുന്നു മമ്പുറം മക്കാമിലേക്ക്. അതും കേരളത്തിലെ പ്രശസ്തമായ മുസ്ലിം പള്ളികളിലൊന്നാണ്. നമ്മളവിടെ പോണ വഴിക്ക് ഓറഞ്ച് മേടിക്കാനായിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് കൊക്കുകൾ ഇരിക്കാനായിട്ടാണ് ഞാൻ ആ പാടത്തിൻ്റെ വീഡിയോ എടുത്തത്. പക്ഷെ അവിടെ വീഡിയോയിൽ അതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വോയിസ് കൊടുത്ത സമയത്ത് ഇവിടെ നല്ല പടക്കം പൊട്ടിയിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പടക്കത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നത്. മമ്പുറം തങ്ങൾ, തറമ്മൽ തങ്ങൾമാർ എന്നീ പേരുകളിൽ പ്രസിദ്ധരായ യമനി സദാത്തുകളുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ മറമാടപ്പെട്ടിരിക്കുന്നത്. സയ്യിദ് അലവി തങ്ങൾ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പാണ്ഡിത്യം നേടിയ അലവി തങ്ങൾ 17-ാം വയസ്സിലാണ് കോഴിക്കോട്ടേക്ക് വന്നത്. പിന്നെ മമ്പുറത്ത് താമസമാക്കുമായിരുന്നു. പിന്നീടാണ് മമ്പുറം തങ്ങൾ എന്ന പേര് വന്നത്. നമ്മൾ മമ്പുറം പള്ളി എത്തിയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ റൂഫ് ടോപ്പാണ് കേട്ടോ കാണുന്നത്. വണ്ടി അതിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് ചെയ്തിരുന്നത്. വഴിയിലൂടെ മുഴുവൻ നേർച്ചപ്പങ്കുകൾ, പട്ടുകൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് പോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ അങ്ങനെ ഡീപ്പായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം അല്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയമൊന്നും ഇവിടെ നിന്നില്ല. നമ്മൾ കയറി യാസീനെ കോതി ദുആ ചെയ്തു. എളുപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെയും മറ്റേ പള്ളി പോലെ തന്നെ നല്ല തിരക്കുള്ള പള്ളിയാണ്. നല്ല തിരക്കുമായിരുന്നു.
പിന്നെ ഇവിടെ തങ്ങന്മാരുടെ പേരിൽ ആണ്ട് നേർച്ചകൾ നടക്കാറുണ്ട്. ഉറൂസ് എന്നാണ് കേട്ടോ ആ ആണ്ട് നേർച്ചകൾക്കൊക്കെ പറയുന്നത്. ഒരുപാട് ആളുകളൊക്കെ വരുന്ന തിരക്കുള്ള ഒരു പള്ളിയാണ്. അതുപോലെ ആണ്ട് നേർച്ചകൾക്കും ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. നമുക്ക് പള്ളിയുടെ വീഡിയോ ഒന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ ക്യൂ നിന്നിട്ട് വേണമായിരുന്നു നമ്മൾ മക്കാമിലേക്കൊക്കെ പോകാൻ. നമ്മളങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി മടവൂർക്ക് പോവാണ്. മടവൂരിലേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതുവഴി പോകുമ്പോൾ ഉള്ള ചെറിയ ചെറിയ ദൃശ്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. മടവൂർ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ യാത്രയൊക്കെ ചെയ്ത് വരുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാകാം. നമ്മൾ ഒറ്റ ബസ്സൊക്കെ ഉണ്ട്. ബസ്സൊക്കെ കയറി നമുക്ക് മടവൂർ പള്ളിയിലേക്ക് നേരിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പാകത്തിനാണ് അവിടെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ. നമ്മൾ നെയ്ച്ചോറാണ് കഴിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് കയറി. ഞാൻ ഒരു 12th പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം പള്ളി നല്ലപോലെ പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. ഇൻ്റർലോക്ക് കട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വണ്ടി കയറ്റി ഇടാനുള്ള പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ലപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ക്യൂ നിൽക്കണമായിരുന്നു ഇവിടെയും മക്കാം കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ പട്ട് വെച്ച് കൊച്ചിൻ്റെ തലയൊക്കെ മന്ത്രിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത്. കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതുകൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. നമ്മളത് ന്യൂ ഇയറിൻ്റെ സമയത്തായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ രാത്രി പോക്ക് നമുക്ക് നല്ല പാടായിരുന്നു കേട്ടോ. നമ്മൾ രാത്രി 1:30 കഴിഞ്ഞു വീടെത്തിയപ്പോൾ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് പറയണ്ടല്ലോ. അവൾ പോണ വഴിക്ക് ട്രെയിനൊക്കെ കണ്ടതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയത് കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിൽ നിന്നാണ് വൈകുന്നേരത്തെ ചായ കുടിച്ചത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് രാത്രി കഴിക്കാനായിട്ട് ഭക്ഷണം പാഴ്സൽ വാങ്ങുകയാട്ടോ ചെയ്തത്. കടയിലൊന്നും ഇറങ്ങി കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്